ഹായ് ഫ്രണ്ട്സ്, IP മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബേസിൽ ജോസഫിന്റെ ഒരു മൂവി കണ്ടിറങ്ങി, പൊന്മാൻ. ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത് വിനായക അജിത് പ്രൊഡ്യൂസ് ചെയ്ത പൊന്മാൻ നല്ല മൂവിയാണ്. പക്ഷേ എന്താ ബേസിൽ ജോസഫിന്റെ ഒരു എക്സ്ട്രീം ഒന്നും പറയാനില്ല. ഒരു സാധാ അവൻ്റെ പടം ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈടായിട്ട് തുടർച്ചയായിട്ട് സിനിമകൾ വരുന്നുണ്ടോ അവൻ്റെ? പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ ഒരു കാലത്ത് അടുപ്പിച്ച് ഓരോരോ ആഴ്ചയിൽ സിനിമ ഉണ്ടാവില്ല, അതേമാതിരി ഇപ്പോൾ ബേസിൽ ജോസഫ്. പക്ഷെ അതിനെ നോക്കുമ്പോൾ നല്ല ബെറ്റർ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. ഓരോ സിനിമ കഴിയുമ്പോൾ ബേസിൽ ജോസഫ് അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് അദ്ദേഹത്തിന്റെ എക്സ്ട്രീം ലെവൽ ആക്ടിങ് എനിക്ക് പേഴ്സണല് ഇഷ്ടപ്പെട്ടു. ആ ലാസ്റ്റത്തെ ഒരു 20-25 മിനിറ്റ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മള് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ സ്വർണം പേരുമ്പോ തന്നെ ഉണ്ട് പൊന്ന്. നമ്മള് കൊല്ലം ഭാഗത്ത് ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അറിയുന്നത് കേട്ടോ. കൊല്ലത്ത് ഞാൻ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈ ടൈപ്പിലൊക്കെ കാര്യങ്ങളൊക്കെ, വിവാഹം കാര്യങ്ങള്, സ്ത്രീധനം, ഈ രീതിയിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു സ്ഥലത്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് ഒരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ, ഒരു അറിവായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ആശയമാണത്, ആശയം കൂടിയാണ്. ക്യാഷ് ഇല്ലാത്തവർക്ക് നല്ലൊരു ആശയമായിട്ട് തോന്നുന്നു. അതെ, സിനിമ കാണാൻ മനസ്സിലാവും. ഒരു സ്വർണം വെച്ചിട്ടാണ് പടം പോകുന്നത്. സ്ത്രീധനം അതന്നെ, പൊന്ന്. നമ്മൾ വിചാരിക്കും പൊന്മാൻ, മാനിനെ പക്ഷേ എന്തെങ്കിലും സിനിമ ആവുന്നു, പക്ഷെ അതല്ല, ഇത് വേറൊരു പൊന്മാനാണ്. ഇതില് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ്. 2 പാട്ട് നല്ലൊരു ഫീല് വന്നൊരു 2 ഗാനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ അങ്ങനത്തെ മാസ് പടം അല്ലാത്തോണ്ട് ഒരു ഫീല് തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക്. പിന്നെ അമ്പാന്റെ ഒരു പറയാൻ, പക്ഷെ ആ ഒരു ഭയങ്കര ഗൗരവമായിട്ടുള്ള ഒരു അമ്പാന്റെ നമ്മുടെ രംഗങ്ങളിലുള്ള നമ്മളെ ആവേശത്തിലുള്ള മാതിരി തന്നെ ഒരു ഗൗരവം നിറഞ്ഞൊരു ആക്ടിങ്. പക്ഷെ അതില് കോമഡി ടൈപ്പ് ആയിരുന്നെങ്കിൽ ഇതിലൊരു കോമഡി ഇല്ല, ഇതിൽ സീരിയസ് ആയിട്ട്. ലൊക്കേഷൻ അതായത് പോയിന്റ് ഒക്കെ നടുവിലുള്ള സ്ഥലം, അങ്ങനത്തെ സ്ഥലം ഉണ്ട് കേട്ടോ. ആ സ്ഥലം ഉണ്ട്, ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലിജു മോള് നല്ലൊരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്, ഹീറോയിനായിട്ട് നല്ല അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 2 അമ്മ കഥാപാത്രങ്ങളുണ്ട്, അവര് മാക്സിമം അവര് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളെ ഫസ്റ്റിൽ വരുന്ന അമ്മ കഥാപാത്രത്തില് അവരാദ്യം ആണോ തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. മറ്റേത് പിന്നെ ഇതിലുണ്ട്, ബേസിൽ ജോസഫിന്റെ തന്നെ ഒരു സിനിമയിലുണ്ട്, 2ാമത്തെ അമ്മയായിട്ട് വരുന്നത്. ഇനി നല്ലൊരു ഫീൽ ഗുഡ്, നമ്മളൊരു ലാസ്റ്റ് 20 മിനിറ്റ് മനസ്സ് നല്ലൊരു സംതൃപ്തി, നമുക്കൊരു ടച്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്റെ പേഴ്സണൽ OTT ലെവലിലൊക്കെ വർക്കാവും സിനിമ, എത്രത്തോളം ഓടും നമുക്ക് അറിയില്ല. പിന്നെ ഇഷ്ടമുള്ളവർക്ക് പോയിട്ട് തിയേറ്ററിൽ കാണാൻ ചെയ്യാൻ സംഭവം ഒന്നുമില്ല, ഒരു നോർമൽ മൂവി, ബേസിൽ ജോസഫ് മൂവി എന്ന് പറഞ്ഞാൽ പറയാം. അതെ, ഒരു ജനപ്രിയ നടനിലേക്കുള്ള ഓരോരോ ചവിട്ടുപടികളാണ് ബേസിൽ ജോസഫ്. മുപ്പര് സംവിധാനം വിട്ടു പോവോന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സംവിധാനത്തിലേക്ക് വരുന്നുണ്ട്, മിന്നലമ്പുരളി 2 ഉണ്ടായിരിക്കും എന്നൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ. മുപ്പര് സൂര്യൻ വെച്ചൊക്കെ സിനിമ ചെയ്യുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നവർക്ക് കാണാം. ഒരു ഫീൽ ഗുഡ് പടം, ഒരു നോർമൽ ടച്ച് പടമാണ്. ഒരു പുതിയ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഇങ്ങനത്തെ ആശയങ്ങൾ നാട്ടിലുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ സാധിച്ചു. അത്രേ ഉള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും നോർമൽ മൂവിയാണ്, ഒരു ആവറേജ് മൂവിയാണ്, ഫീൽ ഗുഡ് മൂവി. നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. അതെ, തീർച്ചയായും. അങ്ങനെ വെറുതെ നമ്മള് ടൈം പാസിന് പോയിട്ട് ഇങ്ങനെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോ വരുത്തല്ലേ. ഗുഡ് ബൈ.